Hi dear ones, welcome to Choose Academy. നമ്മൾ ഇന്ന് നോക്കുന്നത് സീറ്റഡ് ഇംഗ്ലീഷ് പെഡഗോജിയുടെ ഒരു റാപ്പിഡ് റിവിഷനാണ്. സീറ്റഡ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് പോകണം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്, ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പെഡഗോജി അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ അതൊരു ലാംഗ്വേജ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മദർ ടങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ പഠിക്കുന്ന മറ്റൊരു ലാംഗ്വേജിൽ തന്നെ പ്രയർ ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അപ്പോൾ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജ് സ്കിൽസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലാംഗ്വേജ് സ്കിൽസ്, ലാംഗ്വേജിന്റെ കപ്പാസിറ്റി എന്താണ്? എന്തിനാണ് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? ഫോർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ, തോട്ട്സ്, ഐഡിയാസ്, ഫാക്ട്സ് എല്ലാമാണ്. അപ്പൊ ഇതിനെ നമ്മളെ സഹായിക്കുന്ന, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ഉള്ളിലെ ആശയങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്നത് അതിലെ കഴിവുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്രത്തോളം ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഇൻഫോർമേഷൻ ആ റിസീവറിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതിൽ തന്നെ ലാംഗ്വേജ് സ്കിൽസ് എന്ന് നമ്മൾ പറയുന്നത് 4 എണ്ണമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം: LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പൊ എന്താണ് ലിസണിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിസണിങ് എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കേട്ട് മനസ്സിലാക്കുന്നു. അപ്പൊ ലിസണിങ് റെഫേഴ്സ് ടു അണ്ടർസ്റ്റാൻഡിങ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് അനാലിസിങ് ദ സ്പീക്കേഴ്സ് മെസ്സേജ്. നമ്മൾ കേൾക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ മനസ്സിലാക്കി ഇന്റർപ്രറ്റ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുന്ന ഭാഗമാണ് ലിസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ലിസണിങ് എന്നാൽ. ലിസണിങ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് മാറുന്നത് നമ്മൾ ഇന്റർവ്യൂസിലും ഡിസ്കഷൻസിലും ഫീഡ്ബാക്ക് സെക്ഷൻസിലും ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് ടു ലിസൺ ടു തിങ്സ് പ്രോപ്പർലി. പിന്നെ ഉള്ളത് സ്പീക്കിംഗ് ആണ്. സ്പീക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെർബലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു, വാക്കുകൾ കൊണ്ട് നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഐഡിയാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യമാണ് സ്പീക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സ്പീക്കിംഗ് ഒരു നല്ലതായിട്ട് സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് എത്ര വലിയൊരു ഗ്രൂപ്പിനെയും അയാൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ആ ഒരു കമ്പനി നമ്മളെ ജോബിൽ ഹയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമുക്ക് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ്. ദെൻ റൈറ്റിംഗ്. നമ്മൾ അവിടെ സംസാരിച്ചിട്ടാണ് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ സ്പീക്കിങ്ങിൽ, റൈറ്റിങ്ങിൽ നമ്മൾ എഴുത്തിലൂടെ നമ്മുടെ ഫോം ഓഫ് ടെക്സ്റ്റ് ആയിരിക്കും. സ്പീക്കിങ്ങിൽ നമ്മൾ വെർബൽ എക്സ്പ്രഷൻ ആണെങ്കിൽ ഇവിടെ ഫോം ഓഫ് ടെക്സ്റ്റിലൂടെ ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം? കൃത്യമായ വാക്കുകൾ ഓപ്റ്റ് ചെയ്യണം, കൃത്യമായി അതിനെ അനലൈസ് ചെയ്യണം, കൃത്യമായി അറേഞ്ച് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മൾ എഴുതിയൊരു കാര്യം അത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവത്തുള്ളൂ. ദെൻ റീഡിങ്. ഓക്കെ, റീഡിങ് എന്താണ്? നമുക്ക് നല്ല വൊക്കാബുലറി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതിയിരിക്കുന്ന കാര്യം നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 4 സ്കിൽസ്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ഇതിന്റെ സബ് സ്കിൽസുകൾ ഉണ്ട്, ഇതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇത് നമ്മൾ എങ്ങനെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണം. അതുപോലെ ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ എയിംസ് എന്താണ്? നമുക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവലിലൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അതായത് ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, നമ്മൾ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് create an agility to understand the speaker's language. നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന അയാൾ സംസാരിക്കുന്ന കാര്യം എന്താന്ന് മനസ്സിലാക്കാനുള്ള എബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. 2, എബിലിറ്റി ടു റീഡ് along with understanding.
വായിക്കുന്ന കാര്യം അതിനൊപ്പം തന്നെ മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കണം. നമ്മളൊരു കാര്യം വെറുതെ ഒരു കഷ്ണം പേപ്പർ എടുത്ത് നമ്മൾ വായിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ വായിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. എബിലിറ്റി ടു എക്സ്പ്രസ് ഫ്ലുവൻ്റ്ലി ആൻഡ് ഡൈവേഴ്സ്ലി യൂസിങ് ഡിഫറെൻറ്റ് സ്കിൽസ്. നമുക്ക് കാര്യങ്ങൾ സ്കിൽസ് ഉപയോഗിച്ച് ഏറ്റവും ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കണം. എബിലിറ്റി ടു പ്രസന്റ് ഓർ റൈറ്റ് ഇൻ എ കോഹറൻറ്റ് മാനർ. നമുക്ക് കാര്യങ്ങൾ കൃത്യമായി എഴുതി ഫലിപ്പിക്കാൻ സാധിക്കണം. ആൻഡ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ സയൻറ്റിഫിക് ആസ്പെക്ട് ഓഫ് എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിനെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഡെവലപ്മെന്റ് ഓഫ് എ ലേണർ സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് നാഷണൽ ഇഷ്യൂസ്, കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് കണ്ടംപററി ലൈഫ്. നമുക്ക് നമ്മുടെ നാഷണൽ ഇഷ്യൂസ്, അതുപോലെ നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങൾ, നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകൾ, ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി വി നോ ദ ലാംഗ്വേജ്. ഓക്കെ. അപ്പം നമുക്ക് പറയാം റീജിയണൽ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് മലയാളമാണെങ്കിൽ അത് കൊച്ചിയിലേക്ക് വരുമ്പോഴും കണ്ണൂരിലേക്ക് പോകുമ്പോഴും ഒക്കെ അതിന് പ്രാദേശികപരമായിട്ടുള്ള മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പം അങ്ങനത്തെ മാറ്റങ്ങളും ആ ഓരോ കൾച്ചറിൽ വരുന്ന വ്യത്യാസങ്ങളും ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ലാംഗ്വേജിനോടുള്ള ഒരു ഇഷ്ടം ഉണ്ടായിരിക്കണം. അപ്പം ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമുക്കൊരു ലാംഗ്വേജ് ഇഷ്ടമാകുന്നത്, ഒരു ലാംഗ്വേജ് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ്. അല്ലെങ്കിൽ നമുക്കതൊരു ബേർഡൻ ആയിട്ട് മനസ്സിൽ കിടക്കും. പിന്നീട് വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആണ് മൈക്രോ ടീച്ചിങ്ങും റെമഡിയൽ ടീച്ചിങ്ങും. അത് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഏതൊരു ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടും ഈ ഒരു രണ്ട് പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലാംഗ്വേജിൻ്റെ കേസിലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ടോപ്പിക്സ് ആണ്. മൈക്രോ ടീച്ചിങ് നിങ്ങൾക്കറിയാം, ഒരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമാണ് മൈക്രോ ടീച്ചിങ് എന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക നമ്മൾ ഇൻ സർവീസിലേക്ക് കയറുന്നതിന് മുമ്പ് പ്രീ സർവീസിൽ നിൽക്കുന്ന സമയത്ത് അല്ലേ, നമ്മൾ സ്റ്റുഡൻറ് ടീച്ചേഴ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വേണം നമ്മൾ ടീച്ചിങ് എന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. മൈക്രോ ടീച്ചിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഇപ്പം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് ഈ ഒരു സ്റ്റെപ്സിൻ്റെ ഓർഡറൊക്കെ നമുക്ക് അവർ ഷഫിൾ ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, വി ഹാവ് ടു പ്ലാൻ. നമ്മൾ അവിടെ മൈക്രോ ടീച്ചിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഒരു സ്കില്ല് മാത്രമാണ് ഒരു ടൈമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ ഒരു പ്രോബിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്കെഫോൾഡിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും. അതിനുശേഷം ഒരു 5-6 മിനിറ്റ് നമ്മൾ ആ ഒരു സ്കില്ല് വെച്ചിട്ട് നമ്മൾ ടീച്ച് ചെയ്യും, ആ ഒരു സ്കില്ലിൻ്റെ എക്സ്പെർട്ടൈസ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. തേർഡ് സ്റ്റെപ്പായിട്ട് ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റീപ്ലാൻ ചെയ്യും. ഓക്കെ. ഇപ്പോൾ സ്കെഫോൾഡിങ് അല്ലെങ്കിൽ ഒരു പ്രോബിങ് ക്വസ്റ്റ്യൻ്റെ സമയത്ത് നമ്മൾ എടുത്ത ഒരു സ്കില്ല് പെർഫെക്റ്റ് ആയില്ല, അല്ലെങ്കിൽ സ്കെഫോൾഡിങ്ങിൽ ചില കാര്യങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റീപ്ലാൻ ചെയ്യും, റീടീച്ച് ചെയ്യും, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു 6 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് മൈക്രോ ടീച്ചിങ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് റെമഡിയൽ ടീച്ചിങ്. നമ്മൾ ക്ലാസ്സിൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരീക്ഷയിടും. പരീക്ഷയ്ക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. ആ കുട്ടിയുടെ കഴിവളക്കാനും മാർക്കിടാനും അങ്ങനെ പല ഉദ്ദേശങ്ങളോട് നമ്മൾ പരീക്ഷ നടത്താറുണ്ട്. നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തും. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എന്നാൽ ഏതെങ്കിലും പ്രശ്നം ഡോക്ടേഴ്സ് ഒരു രോഗീനെ പരിശോധിച്ച് അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തും. അപ്പോൾ അതുപോലെ തന്നെ ടീച്ചേഴ്സും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്താറുണ്ട്. നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കുട്ടികൾക്ക് എവിടെയാണ് അല്ലെങ്കിൽ ഏതാണ് അവർക്ക് പ്രശ്നമുള്ള മേഖല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഒരു പ്രശ്നമുള്ള ഏരിയ മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ റെമഡിയൽ ടീച്ചിങ് കൊടുക്കും. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം ഒരു കുട്ടിയെ വിളിച്ചിരുത്തി അവന് പ്രത്യേക റിവാർഡ് കൊടുത്ത് അല്ലെങ്കിൽ പിയർ ട്യൂട്ടറിങ് കൊടുക്കും. അതായത് റിവാർഡൊക്കെ കൊടുത്ത് അവിടെ ഇരിക്കുക, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ അടുത്ത് വിളിച്ചിരുത്തി നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കും. അല്ലെങ്കിൽ പിയർ ട്യൂട്ടറിങ് കൊടുക്കും. എന്താണ്, ചിലപ്പോൾ ആ ക്ലാസ്സിൽ ഒരു കൂട്ടം കുട്ടികൾക്ക് മാത്രമായിരിക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുള്ളൂ. 1-2 അല്ലെങ്കിൽ അധികം കുട്ടികൾക്ക് ഈ ഒരു ഏരിയ നല്ല തറവായിരിക്കും. അപ്പം അവരെ വിളിച്ചിരുത്തി അവരെയും കൊണ്ട് പഠിപ്പിക്കും.
പിന്നെ റോൾ പ്ലേ നടത്തും, പിന്നെ ഡയലോഗുകൾ, ഡിസ്കഷൻസ്, ഓരോ ഇൻഡിവിജ്വലിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് എന്താണ് നെസസിറ്റി അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് ശേഷമാണ് നമ്മൾ റെമഡിയൽ ടീച്ചിങ് കൊടുക്കുന്നത്. സീറ്റഡ് ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആയത് കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് ലാംഗ്വേജിന്റെ പ്രൊവിൻഷനെ പറ്റിയുള്ള ആർട്ടിക്കിൾസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം. ആർട്ടിക്കിൾ 120 എന്ന് പറയുന്നത് ലാംഗ്വേജ് ടു ബി യൂസ്ഡ് ഇൻ പാർലമെന്റ്. ആർട്ടിക്കിൾ 2 to 10 എന്ന് പറയുന്നത് ലാംഗ്വേജ് ടു ബി യൂസ്ഡ് ഇൻ ലെജിസ്ലേച്ചർ, ഭരണത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ലാംഗ്വേജ്. ആർട്ടിക്കിൾ 343 ഇമ്പോർട്ടൻ്റ് ആണ്, ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ. ആർട്ടിക്കിൾ 345 ഇമ്പോർട്ടൻ്റ് ആണ്, ഒഫീഷ്യൽ ലാംഗ്വേജ് ഓർ ലാംഗ്വേജസ് ഓഫ് എ സ്റ്റേറ്റ്. Article 346 official language for communication between one state and another or between a state and the union. ഈ ആർട്ടിക്കിൾസ് ഒന്ന് മനസ്സിൽ ഹോൾഡ് ചെയ്യുക. അടുത്തത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. നമ്മൾ ഏത് ടീച്ചിങ്ങിന് പോകുമ്പോഴും നമ്മളെ സഹായിക്കുന്ന, ടീച്ചിങ് പ്രോസസ്സ് എളുപ്പമാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു ഫാക്ടറാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും: ഓഡിയോ എയ്ഡ്സ്, വീഡിയോ എയ്ഡ്സ് ആൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഓഡിയോ എയ്ഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദത്തിലൂടെ മാത്രം നമ്മൾ ടീച്ചിങ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന വസ്തുക്കളാണ് ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുന്നത്. ടേപ്പ് റെക്കോർഡർ, ഗ്രാമഫോൺ, റേഡിയോ ഒക്കെ. വിഷ്വൽ എയ്ഡ്സ് ആണെങ്കിൽ നമ്മളെ വിഷ്വലി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട്, പിക്ചോറിക്കലി അവർ കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എയ്ഡ്സ് ആണ് വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ചാർട്ട്സ്, പിക്ചേഴ്സ്, മോഡൽസ്, മാപ്സ്, പ്രൊജക്ടർ ഒക്കെ. ഇതിന്റെ രണ്ടിന്റെയും, ശബ്ദത്തിന്റെയും പിക്ചേഴ്സിന്റെയും ഹെൽപ്പോട് കൂടി നമ്മളെ പ്രസന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എയ്ഡ്സ് ആണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ടെലിവിഷൻ, അതുപോലെ സൗണ്ട് മോഷൻ ഫിലിംസ്, ഡ്രാമ, ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെയും ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെ ക്ലാസ് റൂമും നോക്കണം. പിന്നെ ഇവാലുവേഷൻ നിങ്ങൾക്കറിയാം, ടീച്ചിങ് പ്രോസസ്സിന്റെ ഒരു അറ്റൈൻമെന്റ്, അതിന്റെ റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് നമ്മൾ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ്. സോ ബിഫോർ ഇൻസ്ട്രക്ഷൻ ആ ഒരു ടൈപ്പ് ഇവാലുവേഷൻ ആണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ, നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഇവാലുവേഷൻ ആണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ടൈപ്പും കൂടെ ഉണ്ട്, പെർട്ടിക്കുലർലി നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഇവാലുവേഷൻ മെത്തേഡാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷന് ശേഷം നമ്മൾ എന്ത് കൊടുക്കും? റെമഡിയൽ ടീച്ചിങ് കൊടുക്കും. അപ്പോൾ ഈ ടൈപ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇവാലുവേഷൻ്റെ ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് തിയറീസ് ഓഫ് ലേണിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ്. അപ്പോൾ കോഗ്നിറ്റീവ് ലേണിംഗ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം, ബിഹേവിയറിസം, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, സോഷ്യൽ തിയറി. ഇപ്പം നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണെങ്കിലും അതുപോലെ ഓപ്പറന്റ് കണ്ടീഷൻ ആണെങ്കിലും ബിഹേവിയറിസം ആണെങ്കിലും ഇതൊക്കെ ആരാണെന്ന്? സ്കിന്നറാണ്, പാവ്ലോവ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ ഓൾറെഡി ആ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് പഠിക്കുന്നതാണ്. അപ്പോൾ ആ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിന്റെ തിയറീസ് ലാംഗ്വേജുമായി ഒന്ന് ലിങ്ക് ചെയ്തിട്ടും കൂടെ നോക്കണം. അടുത്തത് മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. നിങ്ങൾക്ക് ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് എന്താണ് ഈ ഒരു മെത്തേഡ് എന്ന്. എന്താ ഈ ഒരു മെത്തേഡ്? നമ്മൾ അവിടെ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാനായിട്ട് മദർ ടങ്ങിന്റെ നമുക്ക് എപ്പോഴും നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് മദർ ടങ്ങിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അപ്പൊ ഗ്രാമർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന രീതി എന്തായിരിക്കും? നമ്മൾ പുതിയ ലാംഗ്വേജ് പഠിക്കാനായിട്ട് നമ്മുടെ മദർ ടങ് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, രാമൻ പാമ്പിനെ കൊന്നു, രാമൻ കിൽഡ് ദ സ്നേക്ക്. നമ്മൾ അവിടെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്ന രീതിയാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഡിറക്റ്റ് മെത്തേഡ്, അവിടെ എന്തായിരിക്കും? നമ്മൾ നമ്മുടെ മദർ ടങ് യൂസ് ചെയ്യത്തില്ല. നമുക്ക് ഏതാണോ ടാർഗറ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മൾ ഏത് ലാംഗ്വേജ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ലാംഗ്വേജ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. വെസ്റ്റ് ന്യൂ മെത്തേഡ്, ബൈലിംഗ്വൽ മെത്തേഡ്, നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്,
സൈലന്റ് വേ, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ലേണിംഗ്, ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ലേണിംഗ്. അപ്പൊ അങ്ങനത്തെ ഡിഫറെന്റ് ലാംഗ്വേജ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു ചോദ്യമാണ്, എപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അക്യൂസിഷനും ലേണിങ്ങും. എന്താണ് ലാംഗ്വേജ് അക്യൂസിഷൻ എന്നും എന്താണ് ലാംഗ്വേജ് ലേണിങ്ങും ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ അക്യൂസിറ്റ് ചെയ്യുക ഒരു കാര്യം നമ്മൾ ഉൾക്കൊള്ളുന്ന രീതിയാണ്, അല്ലെങ്കിൽ വളരെ ഇൻഫോർമൽ ആയിട്ട് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അക്യൂസിഷൻ എന്ന് പറയുന്നത്. എന്നാൽ ലേണിങ്ങോ നമ്മൾ അതിനെ ഏറ്റവും ഫോർമൽ ആയിട്ട് കണ്ട് ആ ലാംഗ്വേജിന്റെ എല്ലാ ആസ്പെക്ട് മനസ്സിലാക്കുന്ന കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ലേണിംഗ്. എന്നാൽ സബ് കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി നമ്മൾ കേട്ടോ അറിഞ്ഞോ നമ്മുടെ ഉള്ളിൽ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ് അക്യൂസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ്, വാട്ട് യു മീൻ ബൈ ലാംഗ്വേജ് അക്യൂസിഷൻ ആൻഡ് വാട്ട് യു മീൻ ബൈ ലാംഗ്വേജ് ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസും ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയേക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ലാംഗ്വേജ് അക്യൂസിഷൻ ഇസ് ഡാഷ്. ഏതായിരിക്കും തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ലാംഗ്വേജ് ലേണിങ്ങിനും ലാംഗ്വേജ് അക്വിസിഷന്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ? ലാംഗ്വേജ് എൻവയോൺമെന്റ് ആണ്. ലാംഗ്വേജ് അക്വിസിഷൻ എന്നാൽ എന്ത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻഫോർമൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് എന്ന്. refers to the process of learning because of the innate capacity of human brain. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നോം ചോംസ്കി പറഞ്ഞതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ട്, ലാഡ് ഉണ്ട് അല്ലേ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ജന്മന ലാംഗ്വേജ് ഇനേറ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ട്. അതിനാണ് നമ്മൾ ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. What is the primary goal of remedial teaching? എന്താ remedial teachingന്റെ primary goal? To provide extra support for the struggling learners. ഏതെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സ് പഠിക്കാൻ പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് റെമഡിയൽ ടീച്ചിങ്ങിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. Which of the following is not a common strategy used in remedial teaching? നമ്മൾ കൊടുത്തിരിക്കുന്നതിൽ റെമഡിയൽ ടീച്ചിങ്ങിൽ നമ്മൾ ഉപയോഗിക്കാത്ത സ്ട്രാറ്റജി ഏതാണ്? ഹോൾ ക്ലാസ് ഇൻസ്ട്രക്ഷൻ വിത്തൗട്ട് ഡിഫറൻസിയേഷൻ. അങ്ങനെ മൊത്തത്തിൽ നമ്മളൊരു ക്ലാസ്സിൽ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും റെമഡിയൽ ടീച്ചിങ് കൊടുക്കേണ്ടി വരുന്നത്. ഒരിക്കലും ഒരു മൊത്തത്തിലുള്ള ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് റെമഡിയൽ ടീച്ചിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അടുത്തത് ലാംഗ്വേജിന്റെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കൂയിങ്, നമ്മൾ വെറുതെ ബാബ ശബ്ദം ഉണ്ടാക്കുന്ന രീതിയാണ്. ദെൻ ബാബ്ലിംഗ്, ദെൻ വൺ വേർഡ് സ്റ്റേജ് ഉണ്ട്, അതായത് നമ്മൾ അമ്മ, വെള്ളം അങ്ങനെ പറയുന്ന ഒരു ഒറ്റ വാക്കേ ഉണ്ടാവത്തുള്ളൂ. ദെൻ 2 വേർഡ്, അമ്മ വെള്ളം താ. പിന്നെ ലോങ് അറ്ററൻസസ് ആണ്, അച്ഛ പോയി, അമ്മ വന്നു, അങ്ങനത്തെ 2 വേർഡ്സ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ലോങ് അറ്ററൻസസിലേക്ക് പോകും. ഇതാണ് ലാംഗ്വേജിന്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ ഉള്ളത് കുറച്ച് ടേംസ് ആണ്. സബ്സ്ട്രാക്റ്റീവ് ബൈലിംഗ്വലിസം. There is a gradual change or loss of the use of person's native or first language. നമ്മൾ സബ്സ്ട്രാക്റ്റീവ് ബൈലിംഗ്വലിസം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ബൈലിംഗ്വൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ സബ്സ്ട്രാക്റ്റീവ് ബൈലിംഗ്വലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രാജുവലി അയാളുടെ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ മദർ ടങ്ങിന്റെ യൂസ് കുറഞ്ഞു വരും. ലെസ് യൂസ് ഓഫ് ദ ലാംഗ്വേജ്. L1 യൂസ് ഇസ് ലെസ് ദാൻ L2. L1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മദർ ടങ്, L2 അയാളുടെ സെക്കൻഡ് ലാംഗ്വേജ്. അപ്പൊ സെക്കൻഡ് ലാംഗ്വേജിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മദർ ടങ്ങിന്റെ യൂസ് കുറവായിരിക്കും. ഇഫ് you are a Malayalam native speaker and you went to America, then you use L2 more than L1. അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ആ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും, മലയാളത്തിന്റെ യൂസ് നമ്മൾ കുറയ്ക്കും. ഇതിനാണ് നമ്മൾ സബ്സ്ട്രാക്റ്റീവ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. അവിടെ L2ന്റെ യൂസ് ആയിരിക്കും കൂടി നിൽക്കുക. അതുപോലെ കുറേ ടേംസ് ഉണ്ട്, ആ ടേംസ് എല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. ദെൻ അഡിക്റ്റീവ് ബൈലിംഗ്വലിസം. അതെന്തായിരിക്കും? when a student's first language continue to develop while learning a second language. ഒരു കുട്ടിയുടെ
സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് അയാളുടെ ഫസ്റ്റ് ലാംഗ്വേജും കൂടി ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇംഗ്ലീഷ് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷിൽ നമ്മൾ കുറേ വേർഡ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം നമ്മൾ മലയാളത്തിലും കൂടി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളം കൂടി അവിടെ വൊക്കാബുലറി ഒക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരും. അത് നമ്മൾ L2 പഠിക്കുന്ന സമയത്ത് നമ്മുടെ L1 കൂടി ഇമ്പ്രൂവ് ആകുന്നു. ആ രീതിയാണ് അഡിറ്റീവ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. Chetan's first language was Bhojpuri. Since arriving in Tamil Nadu, he no longer speaks Bhojpuri and speaks English with the natives. അയാളുടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭോജ്പൂരിയാണ്. പക്ഷെ തമിഴ്നാട്ടിൽ എത്തിയതിനു ശേഷം അയാളുടെ മദർ ടങ് ഉപയോഗിക്കാറില്ല. ഈ കൂടുതലായിട്ടും ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. When the new second language replaces the native language, this is an example of what? സബ്സ്ട്രാക്റ്റീവ് ബൈലിംഗ്വലിസം. മദർ ടങ്ങിന്റെ യൂസ് കുറയുകയും സെക്കൻഡ് ലാംഗ്വേജിന്റെ യൂസ് കൂടി നിൽക്കുന്ന സ്റ്റേജുമാണ് സബ്സ്ട്രാക്റ്റീവ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. അടുത്തത് കോഡ് സ്വിച്ചിങ് ആൻഡ് കോഡ് മിക്സിങ്. നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് പോവുക, ഹിന്ദി ടു ഇംഗ്ലീഷ്, അങ്ങനെ സ്വിച്ച് ചെയ്ത് നടക്കുന്നതിനാണ് നമ്മൾ കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലാണ് അതിന് നമ്മൾ കോഡ് മിക്സിങ് എന്ന് പറയുന്നത്. Okay, when monolingual speakers move from formal to informal modes of speech within the same spoken or gestured idea they are engaging in, അത് ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റതിലേക്ക് സ്വിച്ച് ചെയ്ത് ഇങ്ങനെ മാറി നടക്കുന്നതിന്റെ പേരാണ് കോഡ് സ്വിച്ചിങ് എന്ന്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കിയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പെഡഗോജി അത്യാവശ്യം എളുപ്പമായിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.